എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണല്ലേ. കാരണം നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ആ കുക്കിങ് ചെയ്യുന്ന കറികളായാലും എന്തായാലും അതൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വീണ്ടും വൃത്തികേടാവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ എണ്ണയും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ. അപ്പം നമ്മളിത് വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല പളപള വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷനാണ് കേട്ടോ ഇവിടെ റെഡിയാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് വെള്ളമാണ്. നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഒരു 2 സ്പൂണോളം വിനാഗിരി കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയുടെയൊക്കെ ആ ഒരു എണ്ണമയോ ഒക്കെ പോകാൻ വിനാഗിരി നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഡിഷ് വാഷാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് കുറച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുൽത്തൈലമാണ്. പുൽത്തൈലം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്മെല്ലിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇനി പുൽത്തൈലം ഇഷ്ടമില്ല, സ്മെല്ല് വേണമെന്നുള്ളവർക്ക് കംഫർട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കംഫർട്ടിൻ്റെ നല്ലൊരു സ്മെല്ലാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചു വിടാവുന്നതാണ് കേട്ടോ. അപ്പം എത്ര എണ്ണമയവും അഴുക്കും അതുപോലെ കറികൾ വീണതായാലും എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇത് വെച്ച് തുടച്ചാൽ മതി കേട്ടോ. നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ നന്നായിട്ട് പളപള നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് വൃത്തിയായി വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുണി വേണമെങ്കിൽ ലിക്വിഡിൽ നമുക്ക് മുക്കി പിഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. സ്പ്രേ ബോട്ടിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡ് വശങ്ങളൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വിട്ടാൽ മതി. അവിടെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്